ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ കാനത്ത് അലാഖത്തുഹു, മജാസ് മുഫ്രദിൻ്റെ അലാഖത്ത് ആയാൽ, ബന്ധം വേണമെന്ന് അറിഞ്ഞില്ലേ നമ്മൾ. വെക്കപ്പെട്ട മാനി അല്ലാത്ത മാനിൽ ഉപയോഗിക്കപ്പെട്ട കലിമത്തിനാണ് ഇപ്പം എന്താ പറയുക? അതിന് കാരണം എന്താണ്? ഈ അലാഖത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഈ മാനി അല്ലാത്ത മറ്റേ മാനി ഉപയോഗിച്ചത്. ആ ബന്ധം രണ്ട് ഐറ്റംസ് ഉണ്ട്. അത് അലാഖത്ത് ആയാൽ, അലാഖത്തുൽ മജാസി, മജാസ് മുഫ്രദിൻ്റെ അലാഖത്ത് ആയാൽ അൽ മുഷാബഹത്ത, സാദൃശ്യം ആയാൽ. എന്തിൻ്റെ ഇടയിൽ? ബൈനൽ മൈനൽ ഹക്കീക്കി വൽ മജാസി. ഇപ്പോൾ ഉപയോഗിച്ച മാനാൻ്റെയും സാക്ഷാൽ ആദ്യത്തെ ഹക്കീക്കിയ മാനല്ലേ, ആ മാനാൻ്റെ ഇടയിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായതിന് വേണ്ടിയാണെങ്കിൽ, ആ എന്ത് മുഷാബത്താണ് എങ്കിൽ, സാദൃശ്യമാണ് അലാഖത്ത് എങ്കിൽ ഫസ്തിആറത്തുൻ, അതിൻ്റെ പേരെന്താണ്? ഇസ്തിയാറത്ത്. കുറേ മുമ്പ് പറഞ്ഞ തുടങ്ങിയത് ഇസ്തിയാർത്താണ്. അത് ഇസ്തിയാർത്താണ്. ഇസ്തിയാർത്താണ് പറഞ്ഞാൽ അത് മജാസ് മുഫ്രദ് തന്നെയാണ്, അതിൻ്റെ അലാഖത്ത് മുഷാബത്താണ്. അല്ലെങ്കിൽ ഒന്നായിട്ട് മജാസ് മുർസൽ എന്ന പേര് ഇനി വരുന്നുണ്ട്. ഫൽ ഇസ്തിയാറത്ത് മജാസുൻ, ഇസ്തിയാറത്ത് എന്നാൽ ഒരു മജാസാണ്. അലാഖത്തുഹു അൽ മുഷാബത്തു, അലാഖത്ത് മുഷാബത്തായ. അപ്പോൾ അലാഖത്ത് മുഷാബത്തായ മജാസ് മുഫ്രദിനാണ് എന്ത് പറയുക? ഇസ്തിയാറത്ത്. ഇസ്തിയാറത്ത് അറിയാം. അപ്പോൾ ഈ ഇസ്തിയാറത്ത് എന്ന് പറയാനായിട്ട് ചില ഇമാമിങ്ങൾ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിൽ ഏതേ ചർച്ചയുള്ളൂ? ഇസ്തിയാറത്ത് മാത്രമേ ചർച്ചയുള്ളൂ. ആ എന്തിനാ മുഷാബത്ത് അല്ലാത്തവർ രണ്ട് കിസ്മാക്കി തിരിച്ചറിയാം. മുഷാബത്തിൻ്റെ ചർച്ച കുറച്ച് കൂടുതലാണ്. മുഷാബത്ത് അല്ലാത്തതിന് നന്നായിട്ട് മജാസ് മുർസലും പേരിട്ട് കഥ മത്തുവാക്കി വെച്ചു. മത്തിന് മാത്രം വെച്ച് നോക്കാണ്. വൈകാനത്ത് വൈറഹാ, മുഷാബത്ത് അല്ലാത്ത എന്ത് അലക്കത്തായിട്ട് വന്നാലും മജാസ് മുർസലും എന്ന് അടുത്ത പേജിലൊക്കെ വരുന്നുണ്ട്. മജാസ് മുർസൽ എന്ന പേര് മത്തിനില്ലേ കണ്ടോ? സവിയത്ത് പോലെ, മുസബിയത്ത് പോലെ, മുജാവറത്ത് പോലെ, കുല്ലിയത്ത് പോലെ, ബാദിയത്ത് പോലെ, ഏറ്റുവാരിമാക്കാന, ഏറ്റുവാരിമാല, ഇതേത് വന്നാലും ഫമജാസ് മുർസലൂൻ. അതിനൊക്കെ പാടെ പേരെന്താണ്? മജാസ് മുർസൽ. അപ്പം എന്താ ഇപ്പോൾ മനസ്സിലായത് അറിയോ? അലാഖത്ത് മുഷാബത്ത് ആയത് സ്പെഷ്യൽ ഒരു പേര്, അലാഖത്ത് മുഷാബത്ത് അല്ലാത്ത ഇനി എന്താണെങ്കിലും അതിനൊക്കെ പാടൊരു പേര്. അപ്പം മനസ്സിലായി. ഈ മുഷാബത്തായ ചർച്ച കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ടാണ് അതിന് സ്പെഷ്യൽ ഒരു പേരിട്ടത്. മറ്റേനൊന്നും അങ്ങനെ വേറെ വേറെ പേരിട്ടില്ലല്ലോ. മുഷാബത്ത് അല്ലാത്ത ബന്ധമൊക്കെ ഉണ്ട്. സബബിയത്ത് അതിന് സ്വന്തം പേര്, മുസബിയത്ത് അതിന് വേറെ പേര്, അങ്ങനെയല്ലല്ലോ. അപ്പം മുഷാബത്ത് ആയാൽ ഇസ്തിയാറത്ത്, അല്ലെങ്കിൽ മജാസ് മുർസൽ. ഈ ശർവം കൂട്ടി അറിയുക. അസദിൻ, അസദ് എന്ന ലഫ്ള് പോലെ, ഫീ കൗലിന റഅയ്തു അസദൻ യർമി, അമ്പയ്യുന്ന അസദിനെ ഞാൻ കണ്ടു. അമ്പയ്യുന്ന അസദിനെ ഞാൻ കണ്ടു. അപ്പം യർമിയാണ് ഇവിടുത്തെ കരീനത്ത് കേട്ടോ. അത് അമ്പയ്യൂലല്ലോ. ആര്? ഒറിജിനൽ അസദ് എന്ത് ചെയ്യൂല? അമ്പയ്യൂല. അപ്പം അമ്പയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി ഈ പറഞ്ഞ ഇയാൾ പറഞ്ഞ യഥാർത്ഥമാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഈ എർമി പറഞ്ഞുകൊണ്ട് മനസ്സിലായി എന്ത്? ഇത് യഥാർത്ഥ അസദ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഫൈന്നഹു, നിശ്ചയമായിട്ടും ഇവിടുത്തെ ഈ അസദ് എന്ന ലഫ്ള് ഉസ്തുഅ്മില ഫി റജുൽ ശുജാ, അതിനെ ധീരപുരുഷൻ എന്ന മാനയിൽ ഉപയോഗിക്കപ്പെട്ടൊക്കെയാണ്. പിന്നെ വൽ അലാഖത്തു ബൈനഹുമ, അവകളുടെയുള്ള ബന്ധം അൽ മുഷാബഹത്തു ബൈന ഫി ശജാ, ധീരത എന്ന വിഷയത്തിലുള്ള സാദൃശ്യമാണ്. അപ്പോൾ സാദൃശ്യം എന്നതാണ് ഇവിടുത്തെ അലാഖത്ത്. ഏത് വിഷയത്തിലുള്ള സാദൃശ്യം? ധീരത. ഇവൻ ധീരത ഉണ്ട്, അസദിനും ധീരത ഉണ്ട്. പിന്നെ വശജാത്തു, ആ ധീരത ഹിയ, അതാണ് വജുഷബഹ്. അതിനാണ് എന്ത് പേര് അറിയില്ലേ? വജുഷബഹ് എന്ന് പറയല്. അപ്പം അലാഖത്ത് മുഷാബഹത്ത് ആവുമ്പോൾ അവിടെ വജുഷബഹ് ഉണ്ടാവും. ഏത് വിഷയത്തിനും ചോദ്യം ഉണ്ടാവും. ശരി. ഫശബ്ബഹിന, നാം തുല്യപ്പെടുത്തി, ആ റജുല, ഈ ധീരപുരുഷനെ തുല്യപ്പെടുത്തി. ആരോട്? ബിൽ അസദി, കാട്ടിലുള്ള അസദിനോട് തുല്യപ്പെടുത്തി. ബിജാമി ഷജാ, ധീരത എന്ന ജാമീൻ അടിസ്ഥാനത്തിൽ. ജാമീന്ന് ചുരുക്കി പറയും ഈ കിതാബിലേക്ക്, അങ്ങനെ പറയാം. രണ്ടിലും ഒരുമിച്ചുള്ള സാധനത്തിനാണ് എന്താ പറയുക? ജാമ്യായി. അതിലുമുണ്ട് മുഷാബഹത്ത്, അതിലുമുണ്ട് ഷജാഅത്ത്, ഇതിലുണ്ട് ഷജാഅത്ത്. അപ്പോൾ ഷജാഅത്ത് എന്ന ജാമീൻ്റെ അടിസ്ഥാനത്തിൽ, ആ വജുഷബിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യപ്പെടുത്തി. എവിടെ ഉള്ളതായ ഷജാഅത്ത്? ഫീ കുല്ലിൻ, തൻവീൻ കേട്ടോ, രണ്ടിലുമുള്ളതായ, അസദിലും ഈ റജുലിലും ഉള്ളതായ. പിന്നെ ഫസ്തുഈറ, എന്നിട്ട് വായ്പ വാങ്ങപ്പെട്ടു, ഇസ്തിയാറത്ത് നടത്തപ്പെട്ടു. ലഫ്ളു അസദ്, അസദ് എന്ന ലഫ്ളിനെ ആർക്ക് വേണ്ടി? റജുൽ, ഈ റജുലിന് വേണ്ടി. അപ്പോൾ ഇയാൾ കണ്ടത് റജുലിനെയാണ്, അമ്പയ്യുന്ന റജുലിനെയാണ് കണ്ടത്. പറഞ്ഞത് എന്താണ്? അസദ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസദിന് ഏത് മാന ഉപയോഗിക്കപ്പെട്ടു? പിന്നെ ഈ റജുൽ ശുജാ എന്ന മാനയിൽ ഉപയോഗിക്കപ്പെട്ടു. എന്താ മുഷാബ ഇത്? അലാഖത്ത് മുഷാബഹത്ത്.
ഏത് വിഷയത്തിലാണ് മുഷാബഹത്ത്? ഷജാഅത്ത്. റെഡിയില്ലേ? ഇനി നോക്കുക. വൈൻകാനത്ത് അലാക്കത്തുഹു, വൈൻകാനത്ത് അലാക്കത്തുഹു, അതിൻ്റെ അലാക്കത്ത് ആയാൽ വൈറഹായ് വൈറ മുഷാബാത്തി മുഷാബാത്ത അല്ലാത്തായാൽ സബവിയത്തിൽ മുസബുയത്തിൽ മുജാവറത്തി വൽ കുല്ലിയത്തിൽ വാലിയത്തി വാറ്റിബാരിമാക്കാന, ഇങ്ങനെയൊക്കെ ആയാൽ ഇനി ഓരോന്ന് വായിച്ചാൽ സബബിയത്ത് പോലെ ഫി നഹവി റഅൈനൽ ഗൈസ, ഞങ്ങൾ മേഞ്ഞു തിന്നു, അൽ ഗൈസ അയൻ നബാത്ത, പുല്ലിനെ മേഞ്ഞു തിന്നു, അല്ലതി യാതൊന്നായ നബാത്ത് സബബുഹു അൽ ഗൈസു, ആ പുല്ല് മുളക്കാനുള്ള കാരണം വയസ്സാണ്, മഴയാണ്. വയസ്സ് എന്ന് നേരെ ഒക്കെപ്പെട്ട മഴ ആണ്. അപ്പം മഴനെ മേഞ്ഞക്കല്ല, മഴ പെയ്ത് കാരണമായിട്ടുണ്ടായി തീർന്ന ഞങ്ങൾ സസ്യമാണ് എന്ത് ചെയ്ത് മേഞ്ഞത്. ഇപ്പോൾ ലഫ്ലു അൽ ഗൈസ്, അൽ ഗൈസ് എന്ന ലഫ്ല് കലിമത്തും മുസ്താമലത്തിന് വെക്കപ്പെട്ട കലിമത്താണ്. ഫി ഗൈരിമാ ഉളിയത്ത് ലഹു, വെക്കപ്പെട്ടവൻ അല്ലാത്തതിൽ ലി അലാക്കത്തി സബബിയ, സബബിയ എന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബബാണ്. ഗൈസ് സബബാണ്, എന്തിന്? പുല്ലുളക്കാൻ കാരണമാണ്. പിന്നെ കാര്യത്തിൽ കാര്യത്തുമാണല്ലോ. മാനിയത്തിൻ മീറാദത്തിൽ മാനിലാക്കി മാനാഹുലാക്കി, അതിൻ്റെ യഥാർത്ഥ മാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്ത് വിട്ടിരിക്കുന്ന കാര്യത്തുണ്ടല്ലോ, അതെന്താണ്? അല്ലദീ ഹുവൽ മത്തർ, യഥാർത്ഥ മാന ഏതാണ്? മത്തർ. അപ്പോൾ യഥാർത്ഥ മാനയാവുന്ന മത്തർ എന്ന മാനനെ വിട്ട് തിരിക്കുന്ന കരിനത്തെ ഏതാണ്? വഹിയ കൗലുക്ക, അതെൻ്റെ നിൻ്റെ കൗലാണ്. റഅൈന, റഅൈന എന്ന കൗലാണ്. ലിയന്ന റാഴിയ, ലിയന്ന റാഴി എന്നാണ് നമ്മൾ തൗല എഴുതി, ലിയന്ന റഅയ്യ എന്നാണ് വേണ്ടത്. അതിൽ എന്താ എഴുതി? റഅയ്യ. അത് ശരിയാ, അത് എങ്ങനെ റഅയ്യ തന്നെ. ലിയന്ന റഅയ്യ, കാരണം ഈ മേഞ്ഞു തിന്നുക എന്ന് പറഞ്ഞത് ആർക്ക് മാത്രമല്ല? നബാത്തി, സസ്യത്തിന് ഉണ്ടാവുള്ളൂ, അല്ലാതെ എന്തിരിക്കുണ്ടാവില്ല, ഇപ്പം മഴക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വയസ്സ് ഏത് മാന ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്? യഥാർത്ഥ മാനല്ലാത്ത മാനയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായി. മുസബ്ബബിയ്യത്തി, മുസബ്ബബിയ്യത്ത് പോലെയും. മുസബ്ബബ് പറഞ്ഞാൽ സബബിനാൽ ഉണ്ടായി തീരുന്നതിനാണ് മുസബ്ബബ് പറയുക. നേരെ മറിച്ച് പറഞ്ഞാൽ മതി, പുല്ല് മുളച്ചത് ഏത് കാരണമായിട്ടാണ്? മഴ കാരണമായിട്ട്. അപ്പോൾ മഴ സബബും പുല്ല് മുസബ്ബബും, അങ്ങനെ. പിന്നെ അതാ ഉദാഹരണം പറഞ്ഞാൽ ഫിനാവി അംതറത്തിസ്സമാഉ, സമാവ് എന്നാണ് അവിടെ ആകാശം നേർത്തട്ടോ, സമാവ് ആകാശം തന്നെ. ആകാശം വർഷിപ്പിച്ചു, നബാത്തൻ, നബാത്തിനെ. ആകാശം മോളുന്ന് നബാത്തിന് വർഷിപ്പിച്ചേക്കുക അല്ലല്ലോ, വായിച്ചു. ഐ വൈസൻ, മഴയെ. നേരെ വിപരീതം. യകൂനു നബാത്തു, നബാത്ത് ആകും മുസബ്ബബൻ അൻഹു, നബാത്തിനെ തൊട്ട് മുസബ്ബബാണ്, അല്ല ഈ വയസ്സിനെ തൊട്ട് മുസബ്ബബാണ്, അഥവാ വയസ്സ് കാരണമായിട്ടുണ്ടായി തീർന്നതാണ് സസ്യം. അതുകൊണ്ടാണ് ഇവിടെ മുപ്പര് നബാത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഉദ്ദേശിച്ചു? വയസ്സിനെ ഉദ്ദേശിച്ചത്. അപ്പം മഴയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് ആ മഴ കാരണമായിട്ടുണ്ടായി തീർന്ന ഇതിനാണ്, ഈ നബാത്തിനെയാണ് പറഞ്ഞത്. പിന്നെ ഫാത്തലക്കൽ മുസബ്ബബ, മുസബ്ബബാവുന്ന നബാത്തിനെ പറഞ്ഞു. ഒരീദ സബബു ഫൗത്തലിക്ക എന്ന് വായിക്കുന്നാല്, ഫൗത്തലിക്കൽ മുസബ്ബബു, മുസബ്ബബിനെ പറയപ്പെട്ടു. ഒരീദ സബബു, സബ് ഉദ്ദേശിക്കപ്പെട്ടു. അക്സമാക്കബലുഹു, ഇതിൻ്റെ തൊട്ടുമുള്ള ഉദാഹരണത്തിന് നേരെ വിപരീതമായ നിലയിൽ അവിടെ സബബ് പിന്നെ പറഞ്ഞു മുസബ്ബ് ഉദ്ദേശിക്കുക, മുസബ്ബ് പറഞ്ഞാൽ സബ് ഉദ്ദേശിക്കുക. പിന്നെ വൽ മുജാവറത്തി, അയലോക്കം കെട്ടും പോലെയും. ഒരു സമീപത്ത് നിൽക്കുമ്പം സമീപത്തിൻ്റെ വാക്ക് ഇതിനുപയോഗിക്കും, സമീപത്ത് നിൽക്കുന്നതിൻ്റെ വാക്ക് ഇതിനുപയോഗിക്കാം. ഫീനാവി ഷരിബത്ത് മിനർ റാവിയത്തി, ഇത് റിവായത്തി എന്നാണ്, റാവിയത്തി ആവാൻ വേണ്ടി. എന്തായാലും എന്താണ്? ഷരിബത്തു, ഞാൻ കുടിച്ചു, മിനർ റാവിയത്തി, റാവിയത്തിൽ നിന്ന് കുടിച്ചു. അയൽ മസാദത്തി, അയൽ ജിൽദി, ഒക്കെ തെറ്റുണ്ട് ഒരുപാടതിൽ. അൽ ജിൽദില്ലതി യൂളൗ ഫീഹിൽ മാഉലി സഫരി, യാത്രാവശ്യം വെള്ളം ഏതൊരു തോൽപാത്രത്തിൽ വെക്കപ്പെടുന്നുവോ അങ്ങനത്തെ തോൽപാത്രത്തിൽ നിന്നാണ് ഇയാൾ കുടിച്ചത്. ഇയാൾ പറഞ്ഞ വാക്ക് റാവിയ എന്നാണ്. റാവിയ എന്നാണ് വഹിയബിൽ അസലി. ഈ റാവിയ എന്ന വാക്ക് അസിൽ ഉപയോഗിച്ചത് ഇസ്മുല്ലിൽ ബഅിർ, ഒട്ടകത്തിന് റാവിയ അറിയല്. അല്ലദീ യഹ്മിലുഹു, വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന, വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒട്ടകത്തിനാണെന്ന് പറയല് റാവിയ. റാവിയയിൽ നിന്നല്ല കുടിച്ചത്, റാവിയൻ്റെ മേത്തുള്ളതായിരിക്കുന്ന തോൽപാത്രത്തിൽ നിന്നാണ് കുടിച്ചത്. ഫീഹി, ഇതിലുണ്ട് തസ്മിയത്തു ഷെയ്യി, ഒരു ഷെയ്നിക്ക് പറയലുണ്ട് ബിസ്മി മുജാവിരിഹി, അതിനോട് സമീപത്ത് അയലോക്കം കെട്ടി നിൽക്കുന്നതിന് ഇസ്മോട് ഉപയോഗിക്കലുണ്ട്. അലാക്കത്തിൽ മുജാവറ, ബന്ധം ഏതാണ്? മുജാവറ. വൽ കുല്ലിയത്തി, കുല്ലിയത്ത് പോലെയും.
പിന്നെ യജ്അലൂന സാബിഅഹും ഫീ ആദാനിഹിം, യജ്അലൂന മുനാഫിക്കീങ്ങൾ ആക്കും, അസാബിഅഹും അവിടെ വിരലുകളെ ആക്കും, ഫീ ആദാനിഹിം അവിടെ ചെവികളിലാക്കോ, ആ ഉദുനുകളിലാക്കോ. വിരല് ചെവിയിലാക്കുന്ന, വിരല് എന്ന് പറഞ്ഞതാ ഇത് മുതൽ ഇതുവരെ ഉള്ളതിനെ വിരലുകാരതാ. ഈ 3 കണ്ണി കൂടി ഇതിനാണ് ഒരു വിരലുകാരൻ. വിരലുകളെ ആക്കും ചെവികളിലാക്കും. ഇത് ആർക്കെങ്കിലും ഈ വിരലെന്നാലും ചവിട്ടിക്കൊള്ളു കൊട്ടില്ല. ഇനി നോക്കുക. ഐ അനാമിലഹും വിരലിൻ്റെ തലപ്പുകളെ ആക്കുന്ന ഉദ്ദേശിച്ചത്, വിരലിൻ്റെ തലപ്പുകളെ ചവിട്ടിക്കിടുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫീഹി ഇത്ലാഖുൽ കുല്ലി അലൽ ബാലി. ഇവിടെ കുല്ല് പറഞ്ഞുങ്ങാണ്ട് ബാല് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാലിയൽ ബാലിയത്തി, ബാലിയത്ത് പോലെയും നേരെ വിപരീതം. കുല്ല് പറഞ്ഞ് ബാല് ഉദ്ദേശിച്ച നേരെ വിപരീതം എങ്ങനെ കയറും? ബാൽ കുല്ലുദ്ദേശിക്കുക. പിന്നെ റായിത്തുൽ ഐൻ, ഞാൻ ഐനെ കണ്ടു പറയാം. ഐൻ്റെ നേരത്തെ കണ്ണു എന്നല്ലേ, ഞാൻ കണ്ണു കണ്ടു എന്നല്ല പറഞ്ഞതിനെ. ഐ റഖീബ, രഹസ്യാന്വേഷകനെ കണ്ടു എന്നർത്ഥം. രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ പിന്നെ ആളുകൾ നടക്കും, അങ്ങനത്തെ ആളെ കണ്ടു. ഇപ്പോൾ ഫീഹിദിലുണ്ട് ഇത്ലാഖുൽ ബാലി, ബാലാവുന്ന ഐനെ പറയലുണ്ട്. ഇത്ലാഖുൽ കുല്ലി, കുല്ലാവുന്ന റഖീബ് ഉദ്ദേശിക്കലുണ്ട്. അപ്പോൾ ഇറാദത്തുൽ കുല്ലി, കുല്ലുദ്ദേശിക്കലുമുണ്ട്. ഇത് കാരണം ഐനു, ഇയാളുടെ കണ്ണ് എന്ന സാധനം ബാലുഹു, ഈ റഖീബിൻ്റെ ബാലാണ്. റഖീബിൻ്റെ ബാലാണ് അവൻ്റെ കണ്ണ്. പക്ഷെ ഇവിടെ വിഷയമുണ്ട് ഇവിടെ കേട്ടോ, അല്ലാതെ കജ്ജും കാലും ഒന്നും പറയാൻ പറ്റുമൊന്നുമില്ല. പറയട്ടെ. അപ്പോൾ ഇസ്തറത്തു ഷർത്താക്കപ്പെടും അയ്യക്കൂന് ജുസുല്ലതി യുത്തലക്കു അലൽ കുല്ലി. ഈ കുല്ലിൻ്റെ മേൽ പറയപ്പെടുന്നൊരു ഭാഗം ഉണ്ടല്ലോ. നമ്മൾ ഉദാഹരണത്തിൽ കണ്ണല്ലേ. നമ്മൾ ഉദാഹരണത്തിൽ ഇപ്പോൾ ഈ റഖീബ് മനുഷ്യൻ നന്നായിട്ടാണ്, അയാളെ ശരീരത്തിലുള്ള ഒരു ഭാഗമാണ് ഇത് ഐന്. ഇവിടെ ഐന് എന്നുള്ളതല്ല പറഞ്ഞത്, അയാൾക്ക് വേറെ ഭാഗങ്ങളുണ്ടല്ലോ, ചെവിയുണ്ട്, തലയുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഒക്കെ വേളല്ലേ. അപ്പം ഈ കുല്ലിൻ്റെ മേൽ പറയപ്പെടുന്ന വേള് ആകൽ ഷർത്താണ്. എന്താകൽ ഷർത്താണ്? ലഹു, അതിനേക്ക് സ്ഥിരമാകൽ ഷർത്താണ്. മിംബൈനി ലജിസായി, ആ വ്യക്തിക്കുള്ള ആ കുല്ലിൻ്റെ ജുസുക്കൾക്കിടയിൽ നിന്ന് മസീദ് ഇഖ്തിസാസിൻ, ഒരു പ്രത്യേകമായ ഒരു ബന്ധം, ഒരു അധികരിച്ചതായ പ്രത്യേകത ഉണ്ടായിരിക്കുന്ന ഷർത്താണ്. ബിൽ മാനിൽ മഖ്സൂദി, ഉദ്ദേശിക്കപ്പെട്ട അർത്ഥവുമായി. റഖീബ് റഖീബാരപ്പോഴാണ്? റഖീബിൻ്റെ അർത്ഥം എന്താണ്? രഹസ്യം അന്വേഷിക്കുന്നത്. രഹന്വേഷകൻ കാര്യമായിട്ട് ഏതുകൊണ്ടാണ് പണിയെടുക്കൽ? കണ്ണുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അയാളെ പണി കാര്യമായിട്ട് ഏതുകൊണ്ടാണ്? കണ്ണുകൊണ്ടാണ്, മൂക്കുകൊണ്ടല്ല. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഭാഗം ഏതായിരിക്കണം? ഞാൻ ഉദ്ദേശിക്കപ്പെട്ട മാനവുമായി പ്രത്യേക കൂടുതൽ ഇഖ്തിസാസ് ഉള്ളതായിരിക്കുന്ന അവയവം ഏതാണോ ആ അവയവം ഭാഗം പറയണം. ഫലാജൂദു, അപ്പോൾ ജായിസാവൂല ഇത്ലാഖു നഹവിൽ യദി, യദ് പോലത്തെ പറയാൻ പറ്റൂല. അൽ ജാസൂസി, ഈ ജാസൂസിൻ്റെ റഖീബ് തന്നെ കേട്ടോ. ഈ സിയേഡിൻ്റെ പേരിൽ രഹസ്യം നോക്കുന്ന ആളുടെ പേരിൽ എന്ത് പറയാൻ പറ്റൂല? യദ്, ഞാൻ റായത്തുൽ യദാന്ന് പറയാൻ പറ്റൂല, റായത്തുൽ ഐനാന്ന് പറയാം. കാരണം ഐനിക്ക് എന്തുണ്ട്? ഇവൻ്റെ റഖീബിൻ്റെ പണിയുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട്. അങ്ങനത്തെ ആയിരിക്കണം. ഇനി 2 മിസാൽ കൂടി നമുക്ക് പറയാം.